ഹായ് വണക്കം മക്കളെ വണക്കം. പടക്കളം എന്ന സിനിമയാണ് ഇന്ന് കണ്ടത്. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രെയിലറൊക്കെ വന്ന സമയത്ത് തന്നെ നമുക്ക് അത്യാവശ്യം ഇതിനകത്ത് എന്തോ ഒരു മിസ്റ്ററി സാധനം കിടപ്പുണ്ട്. ആ സാധനത്തിന് വെച്ചിട്ടുള്ളൊരു സംഭവമാണെന്നുള്ളത് മനസ്സിലായി. എസ്പെഷ്യലി ഇതൊരു കോളേജ് സ്റ്റുഡൻസിന് ഇടയിൽ നടക്കുന്ന ഒരു സംഭവം എന്നൊക്കെയുള്ള രീതിയിലാണ് ട്രെയിലർ പ്രസൻറ്റ് ചെയ്തിരുന്നത്. ത്രൂ ഔട്ട് നേരെ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മനു സ്വരാജ് ആണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രൈഡേ ഫിലിം ഹൗസ് വിജയ് ബാബു ആണ്. അപ്പോൾ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സന്ദീപ്, സാഫ്, അരുൺ പ്രദീപ്, പിന്നെ ഒരു ക്യാരക്ടറുണ്ട്, പുള്ളിക്കാരൻ്റെ പേര് എനിക്കറിയില്ല, നകുൽ എന്നാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരൻ. പിന്നെ നിരഞ്ജന അനൂപ്, ഷറഫുദ്ദീൻ, സുരാജ് വഞ്ഞാറമൂട്, വിജയ് ബാബു, പൂജ അനിൽ, നിരഞ്ജന അനൂപ്, ഇങ്ങനെ അത്യാവശ്യം നല്ല താരനിരയുള്ളൊരു സിനിമ. ബട്ട് ഇതിനകത്തുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തുടങ്ങുമ്പോൾ തന്നെ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. ആ ഒരു സ്റ്റോറിയെ ബേസ് ചെയ്തിട്ട് ഒരു ഏഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, ടിപ്പും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് സ്റ്റോറി പറയുന്നുണ്ട്. ആ സ്റ്റോറിയുടെ കാലഘട്ടത്തിന് ഇപ്പുറത്തേക്ക് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നൊരു സമയത്ത് ഒരു സംഭവം നടക്കുന്നുണ്ട്. ആ സംഭവത്തിനെ ബേസ് ചെയ്തിട്ട് പിന്നീട് അങ്ങോട്ട് ഒരു കോളേജും അത്യാവശ്യം ഒരു വീടും മാത്രം മെയിൻ ഏരിയകളാക്കി കൊണ്ടുപോകുന്ന വളരെ ചെറിയൊരു സ്പേസിൽ നിന്നും കൊണ്ട് പറയുന്ന ഒരു കഥ. ഈ കഥയ്ക്കകത്ത് ഉള്ളൊരു മിസ്റ്ററി ഭയങ്കര രസമാണ്. ആ മിസ്റ്ററി തുടക്കം തന്നെ കാണിക്കുന്നുണ്ട്. എന്താണ് ആ മിസ്റ്ററി എന്നുള്ളത് തുടക്കത്തിൽ തന്നെ ആ ആദ്യത്തെ 5 മിനിറ്റ് തന്നെ ഈ സാധനം പറയുന്നുണ്ട്. ആ ഒരു മിസ്റ്ററിയെ ബേസ് ചെയ്ത് ഇവരെങ്ങനെയാണ് ഇവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഈ ഇഷ്യൂസിനെ സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് സിനിമയിലെ പ്രധാന ഘടകം. അത് ഒരു ബോഡി കൺട്രോൾ എന്ന് പറയുന്നൊരു സാധനം ട്രെയിലറിൽ ഓൾറെഡി അത് പറയുന്നുണ്ട്. കൂടോത്രമാണോ, ബോഡി കൺട്രോൾ ആണോ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈ കഥാപാത്രങ്ങളെ വെച്ചും കൊണ്ട് ഭയങ്കര രസമായിട്ട് അത് നമ്മൾ ഒരു ഇതിഹാസ ഇങ്ങനെയൊക്കെയുള്ള സിനിമയൊക്കെ കാണുമ്പോഴത്തേക്ക് കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ, അതേപോലുള്ളൊരു സംഭവം വെച്ചുകൊണ്ട് കണക്ട് ചെയ്ത് സിനിമയെ ഭയങ്കര രസമായിട്ട് കൊണ്ടുവന്നിട്ട്. എസ്പെഷ്യലി ഇതിനകത്ത് ഹൈ ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുൺ പ്രദീപിൻ്റെ ക്യാരക്ടറാണ്. ഒരു രക്ഷയില്ല മച്ചാൻ. ഓൾറെഡി യൂട്യൂബിനകത്ത് പൊളി സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരും. പുള്ളി തന്നെ ഒറ്റയ്ക്ക് തന്നെ പെർഫോം ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനകത്ത് നിന്നുകൊണ്ട് പുള്ളിയുടെ കൗണ്ടേഴ്സൊക്കെ ഭയങ്കര രസമാണ്. ചില സമയത്ത് എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര രസമായിട്ട് പുള്ളിക്കാരൻ കൊണ്ടുപോകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന കണക്ക് സാഫ് ആണെങ്കിലും നകുൽ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത പുള്ളിക്കാരനാണെങ്കിലും ഒക്കെ കിട്ടിലുമായിട്ട് അവരവരുടെ ക്യാരക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷറഫുദ്ദീൻ്റെ കുറേ മാനറിസങ്ങൾ പുള്ളിക്കാരൻ, ഞാൻ ഓൾറെഡി ഹലോ മമ്മി എന്നൊക്കെ പറയുന്ന പടത്തിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരൻ്റെ കുറേ മാനറിസങ്ങളുണ്ട്. അത് എനിക്ക് എപ്പോഴും കണക്റ്റ് ആവുന്നത് നമ്മുടെ ദിലീപേട്ടൻ്റെ കുറേ സംഭവങ്ങളുമായിട്ടാണ്. കാരണം ദിലീപേട്ടൻ ഇങ്ങനെ ചില സാധനങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം കുറേ കണ്ണുകൾ കൊണ്ടും മുഖം കൊണ്ടും ഒക്കെ കുറേ സാധനങ്ങളൊക്കെ കാണിക്കും, ഒരു എക്സ്പ്രഷൻസൊക്കെ പോലുള്ള കുറേ സംഭവങ്ങൾ കാണിക്കും. ഷറഫുദ്ദീൻ അത് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു എക്സ്പ്രഷൻസൊക്കെ കാണുമ്പോഴത്തേക്കൊരു ചിരി ഫീൽ ചെയ്യും. അതുപോലെ തന്നെ സിനിമയിൽ ഏറ്റവും കൂടുതലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷണൽ കോമഡികളാണ്. ആ ഒരു ഏരിയയിൽ നിന്നും കൊണ്ട് സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു തോട്ടും അതിനപ്പുറത്തേക്ക് ഏജ്ഡായിട്ടുള്ള വേറെ കുറച്ച് ആൾക്കാരുടെ തോട്ടും ഇതിനകത്ത് ഇവർക്ക് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളും അതെങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിൽ. ആ സെക്കൻഡ് ഹാഫിലേക്ക് ഇവരെങ്ങനെ സോൾവ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് സെക്കൻഡ് ഹാഫ്. പക്ഷേ ഈ രണ്ട് ഏരിയയിലും ഫസ്റ്റ് ഹാഫിൽ കുറച്ചിങ്ങനെ ഇതെന്താണ് ഇവന്മാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും കയ്യിൽ നിന്ന് പോയി സാധനം. പക്ഷേ ഇൻ്റർവെല്ലിനോട് അടുത്തിങ്ങനെ വരുമ്പോഴത്തേക്ക് സാധനം കയറി ഒരു ഹൈയിലോട്ട് പോകും. ആ ഹൈ മൊമെൻറ്റ് പിന്നെ അങ്ങോട്ട് സിനിമ തീരുമ്പോഴത്തേക്ക് കൊണ്ടുവന്ന് എത്തിക്കും. ഇതിപ്പോൾ ഭയങ്കര വലിയ സംഭവമോ ഭയങ്കര വലിയ കഥാപശ്ചാത്തലമോ ഒന്നുമല്ല. സിമ്പിളായിട്ട് ആ ട്രെയിലറിൽ എന്താണോ കാണിക്കുന്നത് അതിനകത്തുനിന്ന് ഒരു ഇച്ചിരി കൂടെ മുകളിലോട്ടേക്കുന്നൊരു സാധനം കൂടെ വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോകും. ഒരു ബോഡി കൺട്രോളിങ് എന്ന് പറയുന്നൊരു സാധനം അതൊരു ഗെയിമിൻ്റെ രീതിയിൽ കൊണ്ടുവരും. അത് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ആ സാധനം വെച്ചും കൊണ്ട് ഇവർ ഇത്രയും നൈസായിട്ട് ഈ കഥ പ്രസൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ശരിക്കും പറഞ്ഞാൽ സുരാജ് ഏട്ടൻ്റെ ക്യാരക്ടർ അത് ചിലപ്പോൾ നമുക്ക് തോന്നും കോമഡിയാണ്, ചിലപ്പോൾ പുള്ളിയുടെ നമുക്കൊരു സാധാപം രമ്പതിയൊക്കെ തോന്നും. ഈ സാധനങ്ങളും കണക്ട് ചെയ്ത് ടോട്ടലി സിനിമ ചിരിപ്പിക്കും. അത് ഈ ദ്വയാർത്ഥ കോമഡികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, സിറ്റുവേഷണൽ കോമഡികൾ കൊണ്ടിട്ട് ആ കഥയിൽ അനുസൃതമായിട്ടുള്ള കുറേ കാര്യങ്ങളിലൂടെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ചെറിയ പടമാണ് പടക്കളം എന്ന് പറയുന്നത്. പക്ഷേ ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ വളരെ ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഇതിഹാസം എന്ന് പറയുന്നൊരു സിനിമ വന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ ആ സിനിമ ആക്സെപ്റ്റ് ചെയ്തത് ആ ഒരു രീതിയിലുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതിൻ്റെ കുറേ വെർഷൻസ് വേരിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വെർഷൻ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളും കൂടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് സിനിമയിലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. സന്ദീപാണ് മെയിൻ ക്യാരക്ടറിനെ അവതരിപ്പിച്ചത്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ മെയിനും സംഭവമൊന്നുമില്ല, എന്നിരുന്നാലും ഒരു സന്ദീപിൻ്റെ സ്റ്റോറിയിലേക്കാണ് കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ പറയാം.
അപ്പോൾ ഈ സന്ദീപിൻ്റെ ക്യാരക്ടർ അത്യാവശ്യം പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇൻ്റർവെല്ലാവുമ്പോഴത്തേക്ക് ഈ ക്യാരക്ടേഴ്സിനകത്ത് കുറേ കളികൾ വരും. ആ കളികൾ വരുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷനാവും, ഇത് ആരുടെ ഏതറേ എന്ന് ചോദിക്കുന്ന രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അത് നല്ല രീതിയിൽ മനു സ്വരാജ് എന്ന് പറയുന്ന സംവിധായകന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. സോ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ഭയങ്കര രസമായിട്ടുണ്ട്. VFX ടീമും നൈസായിട്ട് അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയാണ്. ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള കുറേ സാധനങ്ങൾ ഈ സിനിമയിൽ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പടക്കളം പാട്ടൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതൊക്കെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്ന സ്ഥലവും അത് കൊണ്ടുവരുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഥയിലൂടെ അത്യാവശ്യം ചിരിപ്പിക്കുന്ന, എന്നാൽ വലിയ സ്റ്റാർ കാസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കിട്ടിയ എല്ലാവരെയും കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ് പടക്കളം. മാർക്കോയ്ക്കകത്ത് തുടക്കത്തിലെ പടം എന്നൊരു ക്യാരക്ടർ ചെയ്തൊരു പുള്ളി ഉണ്ടല്ലോ, ആ പുള്ളിക്കാരന് ഈ സിനിമയിൽ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. ചില സമയത്ത് തോന്നി യവൻ രണ്ട് കൊടുത്താല എന്ന് തോന്നിപ്പോകുന്നൊരു സംഭവമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ കഥ കൊണ്ടുപോകാതെ എന്താണോ കോർ എലമെൻറ്റ്, ആ കോർ എലമെൻറ്റിനെ മാത്രമാണ് അവർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നിലേക്കും, വേറെ അനാവശ്യമായിട്ടുള്ള ഇമോഷൻസിലേക്കോ കാര്യങ്ങളിലോട്ടോ വലിച്ചഴക്കാതെ വളരെ തന്മയത്വത്തോടുകൂടി റെഡിയാക്കിയൊരു സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റിൻ്റെ ബാലൻസിങ്, ആ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ലെവൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആ സിനിമയെ ത്രൂ ഔട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എവിടെയെങ്കിലും പാളിപ്പോയിരുന്നെങ്കിൽ ഈ സിനിമ ടോട്ടലി കയ്യിൽ നിന്ന് പോയാൽ. ബട്ട് അതിനെല്ലാം നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ആ കാര്യങ്ങളിലൂടെ തന്നെ സിനിമ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ഓഡിയൻസ് ത്രൂ ഔട്ടായിട്ട് ആ സ്റ്റോറി ലൈനിൻ്റെ ബൗണ്ടറി എന്താണോ അതിനകത്ത് തന്നെ നിൽക്കും. ആ ഒരു സാധനങ്ങളിലൂടെ കിടന്ന് കറങ്ങി നമ്മളും ഈ ക്യാരക്ടേഴ്സിനൊപ്പം സഞ്ചരിച്ച് ചേട്ടാ ഇതെന്താവും അതെന്താവും ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് തിങ്ക് ചെയ്യിപ്പിച്ച് സിംപ്ലി കൊണ്ടുപോയി ഒരു നൈസായിട്ടുള്ളൊരു എൻഡിങ്ങിൽ കൊണ്ടുവന്ന് സിനിമ നിർത്തും. ഇതിനകത്ത് ഭയങ്കര വലിയ സാധനങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ചുമ്മാ ഒരു സിമ്പിൾ ഒരു പടം കാണാനായിട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചിരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇത് കുട്ടികളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് ചിരിക്കാനുള്ള കുറേ എലമെൻറ്റ്സ് ഈ സിനിമയിലുണ്ട്. കാരണം അവർക്കും ഇത് കാണുമ്പോഴത്തേക്ക് ഒരു ഫൺ മൂഡൊക്കെ തോന്നും. അങ്ങനെയുള്ളൊരു സിമ്പിൾ ഒരു സിനിമയാണ്. സോ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് എടുക്കുന്ന റേറ്റിംഗ് 3/5 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടികളും ഫാമിലിയും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാലും ചിരിച്ച് കാണാൻ പറ്റിയ ഒരു ചെറിയ പടം. ആ പടത്തിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, കോമഡി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കൂടുതലൊന്നും പറയുന്നില്ല, തിയേറ്ററിൽ കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സിനിമ കണ്ടവരാണെങ്കിൽ അതുമാത്രമല്ല ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് Q&A സെഷൻസുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും